ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 8000-8001-20. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ അമ്മായിയമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ എങ്ങോട്ടാ? ഇനി പറയാനുള്ള കാര്യങ്ങൾ പറയണ്ടേ? അത് ഞാൻ പറയട്ടെ. എന്നാ പറ. കുറച്ച് ആചാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കേശൂസ് പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എങ്ങോട്ടടേ? നീ പറയണ്ട. നീ സ്വാഗതം പറഞ്ഞില്ലേ? സ്വാഗതം പറഞ്ഞാൽ മതിയോ? തനിക്ക് സ്വാഗതം തരണ്ടേ? പറ. ഇന്ന് നമ്മളോടൊപ്പം കൂടെ ഉള്ളത് കഴിഞ്ഞ ദിവസം വന്ന് മരുമോൾ പായസം വെച്ച ഭവാനി അമ്മയുടെ അഹങ്കാരിയും തന്നിഷ്ടക്കാരിയും അലവലാതിയുമായ ആ മരുമോളാണ്. എന്തോന്ന്? അങ്ങനെയൊക്കെ ആ അമ്മ പറഞ്ഞ ആ മരുമോളാണ്. ആ മരുമോളെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം ഗൗരി. കേശൂസ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. പിന്നെ എനിക്ക് ആദ്യമേ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിനവർ അവിടെ ഇരുന്ന് ഓരോരോ മറുപടികൾ പറയുന്നു. മറുപടി പറയുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ്. ആ സീറ്റിൽ ഇരുന്ന് മറുപടി പറയുന്നു, ഞങ്ങൾ ഈ സീറ്റിൽ ഇരുന്ന് ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ ഏതോ സീറ്റിൽ ഇരുന്ന് കാണുന്നു. അപ്പോൾ സീറ്റിൽ ഇരുന്ന് കാണുന്നവരും സീറ്റിൽ ഇരുന്ന് പറയുന്നവരും തമ്മിലാണ് ബന്ധം. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വെറും ഇടനിലക്കാർ മാത്രമാണ്. അതുകൊണ്ടെല്ലാം ഞങ്ങളുടെ തലയ്ക്ക് വെക്കരുത്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ചോദിക്കാം. ചോദിക്കും. ഗൗരി നമസ്കാരം. നമസ്കാരം. ഗൗരിക്ക് ഭവാനി അമ്മ പറഞ്ഞതിനെ കുറിച്ച് പറയാനുള്ളത് നല്ല 4 പറയാനുണ്ട്. ഞാൻ ഈ വീട്ടിലെ കല്യാണം കഴിഞ്ഞ് വന്നതാണ്. കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിൽ വന്ന വീട്ടിൽ എല്ലാ ജോലി ചെയ്യണമെന്ന് വല്ല നിയമമുണ്ടോ? ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ജോലിക്കാരെങ്കിലും വെച്ചാ പോരെ? പോരെ? പിന്നെ ഞാനും എന്റെ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. മനസ്സിലായോ? സ്നേഹിച്ച് കല്യാണം കഴിച്ചത്. എന്നിട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ലാതെ അമ്മ പറയണ പോലെ ഞങ്ങൾ വലിഞ്ഞു കയറി വന്നവരൊന്നും അല്ല. അമ്മ പറഞ്ഞത് ഗൗരി മാത്രം വലിഞ്ഞു കയറി. ഞാൻ വലിഞ്ഞു കയറി വന്നതല്ല. മനസ്സിലായോ? ഗൗരി വലിഞ്ഞു കയറി വന്നതല്ല. ഓക്കെ, ഗൗരി വലിഞ്ഞു കയറി വന്നതല്ല, ഞങ്ങൾക്ക് മനസ്സിലായി. ഗൗരി വീട്ടിലൊരു പണിയും എടുക്കില്ല എന്ന് നമ്മുടെ അമ്മ പറഞ്ഞായിരുന്നു. അതിന്റെ അടിസ്ഥാനം എന്താണ് ഗൗരി? അത് അവർക്ക് അടിസ്ഥാനം ഇല്ലാതെയാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയണേ. അങ്ങോട്ട് ആ വീട്ടിലുണ്ടല്ലോ, ഞങ്ങൾ കുറച്ച് പിള്ളേരും ഞാനും ഉണ്ട്. വീട്ടിലെ സകല ജോലികളും ഞങ്ങൾ ചെയ്യും. എന്നിട്ട് ജോലി ചെയ്യൂലെന്ന്. മിസ് ഗൗരി ആ പാവം പിടിച്ച ഭവാനി അമ്മയോട് വളരെ ക്രൂരമായാണ് പെരുമാറുന്നതെന്ന് അമ്മ പറഞ്ഞു. എന്നെ കണ്ടിട്ട് ക്രൂരമായി പെരുമാറുന്ന ആളെ പോലെ തോന്നുന്നുണ്ടോ? എന്നെ ആ വീട്ടിലിട്ട് നിറയെ യാതന അനുഭവിപ്പിക്കുകയാണ് അമ്മ. ദാ വന്നല്ലോ, ചോദിക്കേ. എന്താടാ ഇന്റർവ്യൂ? ആരുടെ? അമ്മ പറഞ്ഞല്ലോ. അമ്മ പറഞ്ഞതിന്റെ മറുഭാഗം അറിയണല്ലോ. ഇതൊരു മറുപടി ഇന്റർവ്യൂ ആണമ്മ. ഇത് പറ്റത്തില്ല. ഇന്റർവ്യൂ എടുക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റൂല? നീ കള്ളം പറയും. പിന്നെ അമ്മ പറയണല്ലേ സത്യമാണല്ലോ. ഞാൻ സത്യസന്ധമായിട്ടേ പറയാറുള്ളൂ. നീ ആണെല്ലാം പറയുന്നത്. എനിക്ക് തോന്നിയത് പറയും. ചോദിക്കടാ. ചോദിക്കാൻ പറ്റില്ല. ചോദിക്കടാ. ഭവാനി അമ്മയെ കുറിച്ചുള്ള ഗൗരിയുടെ അഭിപ്രായം? ഗൗരി അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ദേഷ്യമാണ്. ചെറുമക്കളൊന്നില്ല, മരുമോളൊന്നില്ല, ദേഷ്യത്തോടെ ദേഷ്യം. എന്ത് പറഞ്ഞാലും ദേഷ്യം അമ്മയ്ക്ക്. അയ്യോ, ദേഷ്യമില്ലാത്ത ഒരാള്. അവ ഒന്നും പറയില്ല. കാരണം അവൻ സത്യം എന്താണെന്ന് അറിയാം. ഈ വീട്ടിൽ എന്താണ് നടക്കുന്നത് അവൻ അറിയാം. ഇവിടെ എന്താ നടക്കുന്നത്? അതല്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. വീട്ടിൽ എന്താണ് നടക്കുന്നത്? ഇവിടെ പീഡനം. നാസി ക്യാമ്പില് അഭയാർത്ഥികളെ പോലെയാണ് ഞങ്ങള്. ഞാൻ ഇനിയും പറയും, ഈ വീട്ടില് ഹിറ്റ്ലറാണ് അമ്മ. ഇനി ചെയ്യാവൊന്നുമില്ല. ഞാൻ അഭയാർത്ഥി. ഞാൻ പറഞ്ഞില്ലേ? കേട്ടോളേ. അമ്മ എന്തെന്ന് പറഞ്ഞേ? വലിഞ്ഞാരി വന്നതാ. വലിഞ്ഞാരി വന്നതല്ലേ? കല്യാണം കഴിച്ചിട്ട് വന്നതാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ട് പിന്നെ വലിഞ്ഞാരി വന്നത്. കേശോട്ടാ, ഞാനൊരു സംശയം ചോദിക്കട്ടാ.
ഇരി ഇങ്ങ് വാ അവിടെ ഇരിക്കട്ടെ ചോയ് ചേട്ടാ എന്തിനാ ഇങ്ങനത്തെ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്നേ? ഒരു മനസ്സ് എടുക്കണം നമുക്കും കാണുന്നവർക്കും.